ന്യൂസ് ഈവനിങ്ങിലേക്ക് തിരികെ. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അദ്ദേഹം ആ കണക്കുകളിൽ അതിലൂന്നുകയാണ് വീണ്ടും. ആ ഒരു കണക്കുണ്ടല്ലോ, 78,527 എന്ന് പറയുന്ന കഴിഞ്ഞ തവണത്തെ മാർജിൻ, 77,732 എന്നുള്ള ഇത്തവണ കിട്ടിയ കണക്ക്. ഈ ഭരണവിരുദ്ധ വികാരം അത്രയ്ക്ക് ശക്തമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് കഴിഞ്ഞ തവണത്തെക്കാൾ വോട്ട് കൂടിയില്ല എന്നുള്ളതാണ് അദ്ദേഹം ആവർത്തിക്കുന്ന ചോദ്യം. അല്ല, അദ്ദേഹം പറയുന്ന കണക്കുകളൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതെന്താ ഈ പറയുന്നത്? ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസ് 2016 മത്സരിക്കുമ്പോൾ സ്വതന്ത്രനായി വന്നയാൾ കുറേ വോട്ടുമായി വന്നു. അദ്ദേഹം കടയിൽ നിന്ന് മേടിച്ചുകൊണ്ടിരുന്നൊന്നുമല്ലോ. മൊത്തം പൂളിലുള്ള വോട്ടുകളിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവുള്ളൂ. അദ്ദേഹം നോക്കൂ, ചിത്രരഞ്ജൻ ആദ്യം ഈ ശതമാന കണക്കൊക്കെ ഒന്ന് വൃത്തിയായിട്ട് വീട്ടിൽ പോയിട്ട് പഠിക്കണം. താങ്കൾ പറയുന്നത് ഇവിടെ 44%, 45% ഒന്നും ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടില്ല സ്വതന്ത്രം വരുന്നതിന് മുമ്പെന്നാണ്. 2011 ശ്രീ ആര്യാടൻ മുഹമ്മദിനോട് മത്സരിക്കുമ്പോൾ 2011 അന്നത്തെ സ്ഥാനാർത്ഥിക്ക് 60,733 വോട്ട്, 1,36,358 60,733 വോട്ട്, അതായത് 44.5% വോട്ട് ലഭിച്ചിട്ടുണ്ട് 2011 ഡീലിമിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ. അവിടെ നിന്ന് നിങ്ങൾ 2016 ഈ സ്വതന്ത്രനെ വെച്ച് മത്സരിക്കുമ്പോൾ ആ സ്വതന്ത്രനോട് ചേർന്ന് പിടിച്ച വോട്ടുകളുടെ എണ്ണം 47.91% എന്ന് പറയുമ്പോൾ 44-ൽ നിന്ന് 47%-ലേക്ക് 3% വോട്ടുമായിട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് അംഗീകരിച്ചാൽ പോലും 3% വോട്ടുമായിട്ടാണ് ഈ സ്വതന്ത്രം വന്നതെന്ന് നിന്നിരിക്കട്ടെ. ഈ 3% കൂടിയത് അദ്ദേഹം കൊണ്ടുവന്ന് വോട്ടാന്നിരിക്കട്ടെ. അങ്ങനെയാകുമ്പോൾ അദ്ദേഹം പോകുമ്പോഴും അതല്ല കൊണ്ടുപോകാൻ പാടുള്ളൂ. ഇപ്പോൾ അദ്ദേഹം പോയപ്പോൾ 11% വോട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. അതിൽ 9% നിങ്ങളുടെ വോട്ടാണ്. 9% വോട്ട് നിങ്ങളുടെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമായി നിൽക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് കുറഞ്ഞു എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് കുറവ് വന്നിട്ടുള്ളത് 720 വോട്ടാണ്. 1% പോലും എത്തിയിട്ടില്ല. താങ്കൾ പറഞ്ഞ 1.5%. ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു സാധനമാണെന്നേ, അതിന് ചില കണക്കൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് കുറഞ്ഞിട്ടുള്ളത് 0.8 ആണ്. BJP കുറഞ്ഞിട്ടുള്ളത് 0.01 ആണ്. അപ്പോൾ 0.01 ആണ് BJPക്ക് കുറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് കുറഞ്ഞിട്ടുള്ളത് 9%. അപ്പോൾ ഇതിനൊക്കെ ഒരു കണക്കിനൊക്കെ ഒരു വ്യവസ്ഥയുണ്ടേ. ആ വ്യവസ്ഥ അനുസരിച്ച് വേണം നമ്മൾ സംസാരിക്കാൻ. ഞാൻ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ താങ്കൾ എന്നോട് ചോദിച്ചോളൂ. ഇനി നിങ്ങൾക്ക് 2016 47.91% ഉണ്ടായിരുന്നു. 2021 ആയപ്പോഴത്തേക്ക് അത് 46.9 കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 2,700 ഉണ്ടായിരുന്നു. നിങ്ങൾ ജയിച്ച ഒരു സീറ്റിൽ, നിങ്ങളിപ്പോൾ 2,700 വോട്ടിന് ജയിച്ച ഒരു സീറ്റിൽ നിങ്ങളിപ്പോൾ 11,000 വോട്ടിന് തോൽക്കുകയും മൂന്നാമതൊരു കക്ഷി കൂടി അവിടെ മത്സരിക്കും. LDFും UDFും BJPയും കഴിഞ്ഞ് നാലാമതൊരു കക്ഷി കൂടി മത്സരിക്കുകയും ആ കക്ഷി 11% വോട്ട് പിടിക്കുകയും ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ ഇല്ലേ? ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞില്ലേ? നിങ്ങൾക്ക് കൂടുതൽ കിട്ടിയോ? ഇത് നിങ്ങൾക്ക് കൂടുതൽ കിട്ടണ്ടേ? അപ്പോൾ ഈ അൻവർ കൊണ്ടുപോയ വോട്ട് ആരുടെ വോട്ടാണ്? അയാൾ വന്നപ്പോൾ കൊണ്ടുവന്നാണെന്നോ താങ്കൾ പറയുന്നത്? അയാൾ വന്നപ്പോൾ കൊണ്ടുവന്ന എന്ത് കണക്കാണ് താങ്കൾ ഈ പറയുന്നത്? നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സംവിധാനം വിട്ടുപോയപ്പോൾ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? പിണറായി സത്തിനെതിരായി, മൻമോഹൻ സിംഗിനെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനം. അത് അംഗീകരിച്ചുകൊണ്ടാണല്ലോ എന്തായാലും ഈ കണക്ക് പറഞ്ഞാൽ 19,000 വോട്ടത്തെ ജ്യോതികുമാർ ചാമക്കാല ഇടയ്ക്ക് VD സതീശനെതിരെയും പറഞ്ഞിരുന്നു. പറഞ്ഞിട്ടുണ്ടെന്നേ അദ്ദേഹം പറയുന്നു. അദ്ദേഹം ആർക്കൊക്കെ എതിരെയോ പറഞ്ഞു. ഞങ്ങൾ അദ്ദേഹത്തെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടല്ലോ ഞാൻ സംസാരിക്കുന്നത്. അദ്ദേഹം ഓരോ ദിവസവും പറയുന്നില്ല. ഞാൻ രാത്രി പറഞ്ഞല്ലോ, ഇന്നലെ രാത്രി പറഞ്ഞല്ലോ, ഇന്ന് രാവിലെ പറയുന്നത്. അദ്ദേഹം പലതും പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം ഞങ്ങളുടെ MLA ആയിരുന്നില്ലല്ലോ. അദ്ദേഹം LDFിൻ്റെ ഭാഗമായിരുന്നു. മുഖ്യമന്ത്രിയുടെ കടന്നൽക്കൂടത്തിൻ്റെ നേതാവായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ എല്ലാമായിരുന്നു. എനിക്ക് മുഖ്യമന്ത്രി പിതൃതുല്യനാണെന്ന് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം തന്നെയാണ് പിന്നീട് മുഖ്യമന്ത്രിയെ തെറി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നല്ല, അവിടെ നിന്ന് വന്നിട്ടുള്ള ഒരാൾ വന്ന് മത്സരിച്ചിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് വോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വോട്ടാണ് കൊണ്ടുപോയത്. അദ്ദേഹം ഒരു മുമ്പോട്ട് വെച്ചിട്ടുള്ള ഒരു ആവശ്യം വെച്ചുകൊണ്ടാണ് വോട്ട് പോയിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് LDFിനോട് മത്സരിച്ചപ്പോൾ ഞങ്ങൾ 11,000 വോട്ടിന് വിജയിച്ചിരിക്കുന്നു. 11,000 വോട്ടിന് വിജയിക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വോട്ട് പോയിരിക്കുന്നു. ഇതൊക്കെ വസ്തുതയെ നമ്മൾ കണക്ക് വെച്ച് സംസാരിക്കുമ്പോഴോ വസ്തുതകൾ വെച്ച് സംസാരിക്കുമ്പോഴോ അത് നല്ലതാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇനി എന്തിനാണ് കടന്നുരുളുന്നത്? എത്ര കടന്നുരുണ്ടാലും അതിനനുസരിച്ച് കൂടുതൽ ചിലയാകുകയുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ അടിത്തറ തകർന്നിട്ടില്ല. നിങ്ങളുടെ അടിത്തറ തകർന്നില്ലെന്നുള്ളതല്ല, നിങ്ങളുടെ മത്സരിപ്പിച്ച ആളെ ഞാൻ വീണ്ടും തിരിച്ചു പോവുക. M സ്വരാജ്, CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, നേരത്തെ തോറ്റിട്ടുണ്ട്, അത് വേറെ വിഷയം. ഇപ്പോൾ അദ്ദേഹത്തെ ഇവിടെ കൊണ്ട് നിർത്തി നിങ്ങൾ തോൽപ്പിച്ചതാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ചെയ്തതാണോ? അദ്ദേഹത്തിനൊരു ചുമതല കൊടുത്ത് ഇങ്ങോട്ട് അയക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും മത്സരിക്കുന്നില്ലെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നല്ലേ? നിങ്ങൾ പല സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെയും പറയണമെന്നല്ലേ? എന്നിട്ട് ഞങ്ങളുടെ രാഷ്ട്രീയ മത്സരം ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നിങ്ങൾ വന്നതല്ലേ? മൂക്കിടിച്ച് താഴെ വീണില്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ വസ്തുതകളായി കണ്ട് മുന്നോട്ട് പോകാം. ചിത്രജ, ഞാനും താങ്കളും ഒക്കെ പൊതുരംഗത്ത് നിൽക്കുന്നവരല്ലേ? നമ്മൾ യാഥാർത്ഥ്യബോധത്തോട് സംസാരിക്കണ്ടേ? അങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. ആ
ആ പരാജയം വലിയ ആഘാതമാണ് LDF ഉണ്ടാക്കുന്നത് എന്ന വസ്തുത എന്തിനാണ് മറച്ചു വയ്ക്കുന്നത്? ആരെ ബോധ്യപ്പെടുത്താനാണ് നിങ്ങൾ മറച്ചു വയ്ക്കുന്നത്? ഞങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, ഞങ്ങളുടെ വട്ടക്കവിടെ കൊണ്ട് ഒരുത്തം വന്നപ്പോൾ കൊണ്ടുവന്ന് അവൻ പോയപ്പോൾ കൊണ്ടുപോയി, ഇതൊക്കെയാണോ പറയേണ്ടത്? നമുക്ക് സംസാരിക്കാം, സമ്മതിക്കാം, നിങ്ങളുടെ ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, നിങ്ങളുടെ ജനവിരുദ്ധ പിന്നെ നടപടികളുടെ ഭാഗമായിട്ട് നിങ്ങളിൽ നിന്ന് ജനങ്ങൾ അകലുന്നു, അതൊരു വസ്തുതയല്ലേ? എന്തിനാണ് അതിൽ നിന്നൊക്കെ ഒളിച്ചോടുന്നത്? അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വീഴ്ച അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ജനവിരുദ്ധമായ നടപടികൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ തയ്യാറാത്ത നിങ്ങളോട് പിന്നെ ഞങ്ങൾ എന്ത് പറയാനാ? അപ്പോൾ സ്വാഭാവികമായും ആ തെറ്റുകൾ മനസ്സിലാക്കി അത് തിരുത്താൻ തയ്യാറാകുക, അതാണ് ജനാധിപത്യത്തിൽ ഭൂഷണം. അതല്ല ഞങ്ങൾക്ക് ഒന്നും പറ്റിയിട്ടില്ലെന്ന് അങ്ങ് പറയാനുള്ളതെങ്കിൽ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, നല്ല നമസ്കാരം.